പകർച്ചവ്യാധി വ്യാപനത്തിനിടെ ആരോഗ്യവകുപ്പിൽ ഡയറക്ടർ കസേര തർക്കം മുറുകുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവുമായി ഇന്നും ഡോക്ടർ കെ.ജെ. റീന ഓഫീസിലെത്തി. എന്നാൽ താൽക്കാലിക ഡയറക്ടർ ഡോക്ടർ വി. മീനാക്ഷി ചുമതല കൈമാറാൻ തയ്യാറായില്ല. ആരോഗ്യവകുപ്പിൽ ഭരണസ്തംഭനമില്ലെന്നും അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവിൽ നിയമോപദേശം തേടുമെന്നും മന്ത്രി കെ. മുരളീധരൻ പ്രതികരിച്ചു. ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റ് ഓഫീസിൽ ഇന്നും അരങ്ങേറിയത് നാടകീയ രംഗങ്ങൾ. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവുമായി എത്തിയ കെ.ജെ. റീനയ്ക്ക് DHSന്റെ കസേരയിലിരിക്കാൻ കഴിഞ്ഞില്ല. അതിരാവിലെ തന്നെ താൽക്കാലിക ചുമതലയുള്ള ഡോക്ടർ വി. മീനാക്ഷി ഓഫീസിലെത്തിയിരുന്നു. ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ സുഗമമായി മുന്നോട്ടു പോകണമെന്നും അതിൽ കല്ലുകടി ഉണ്ടാക്കാൻ താൻ തയ്യാറല്ലെന്നും ഡോക്ടർ കെ.ജെ. റീന. ഏറ്റവും ഒരു അസന്നിഗ്ധ ഘട്ടമാണ് ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം. ആ സമയത്ത് ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അതിനൊരു കല്ലുകടിയായിട്ട് ഇടയിൽ കയറി കുത്തിത്തിരിയാൻ ഞാനില്ല. ഇപ്പോൾ കസേരയിലിരിക്കുന്നയാൾ കാര്യങ്ങൾ വൃത്തിയായി കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് മന്ത്രി. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവിൽ അഡ്വക്കേറ്റ് ജനറലിനോട് നിയമോപദേശം തേടുമെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി കെ. മുരളീധരൻ. അല്ല, അത് ഞങ്ങൾ നിയമോപദേശം തേടിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം കിട്ടിയതിനു ശേഷം നടപടി ചെയ്യും. UDF സർക്കാർ അധികാരമേറ്റ ശേഷം ആരോഗ്യമേഖല ഗുരുതര പ്രതിസന്ധിയിലെന്ന CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കേരളത്തിലെ ആരോഗ്യ മേഖല ഗുരുതരമായ പ്രതിസന്ധിയിലാണ് എന്നാണ് ഇന്നലെ നടക്കേണ്ടിയിരുന്ന അവലോകന യോഗം പോലും നടത്താൻ സാധിച്ചില്ല. അതേസമയം തർക്കം മുറുകുന്നതിനിടെ DHSന്റെ ചുമതലയുള്ള ഡോക്ടർ വി. മീനാക്ഷി ആദ്യ ഉത്തരവ് പുറപ്പെടുവിച്ചു. പകർച്ചവ്യാധി സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥർ നീണ്ട അവധി എടുക്കരുതെന്നാണ് ഉത്തരവ്. റിനു ശ്രീധർ, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.